ഹലോ നമസ്കാരം, വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. ഇന്ന് ഞാൻ ഷെയർ ചെയ്യുന്നത് ഒരു ഹോളാണ്, മീഷോ ഹോളാണ്. സോ നമ്മൾ കുറച്ച് ഷോപ്പ് ചെയ്തിട്ടുണ്ട്. ഇതുപോലെ സാരീസിൻ്റെ ഒരു 2-3 കളക്ഷൻസ് നമ്മൾ ഷോപ്പ് ചെയ്തിട്ടുണ്ട്. അതിൻ്റെ റിയൽ വ്യൂ അല്ലെങ്കിൽ ഒരു ഹോണസ്റ്റ് റിവ്യൂ ആണ് ഇന്ന് ഷെയർ ചെയ്യുന്നത്. ഞാൻ എന്തായാലും ഒരു കള്ളത്തരം പറയുന്നില്ല. ഞാൻ ഫസ്റ്റ് ടൈമാണ് മീഷോയിൽ പർച്ചേസ് ചെയ്യുന്നതെന്നും അല്ലെങ്കിൽ മീഷോ ആണെങ്കിൽ ഞാൻ ഫസ്റ്റ് ടൈമാണ് അറിയുന്നതെന്നൊന്നും ഞാൻ പറയുന്നില്ല. ഞാൻ യൂസ് ചെയ്യുന്നതാണ്. ഞാൻ പല പ്രാവശ്യം നല്ല പ്രോഡക്റ്റ്സ് കിട്ടിയിട്ടുണ്ട്. ചില ടൈമിൽ ചിലപ്പോൾ വെക്കാവും, ചിലപ്പോൾ വെക്കാവില്ല എന്ന് പറയുന്നത്. ചിലത് ഫ്ലോപ്പും ആയിട്ടുണ്ട്. സോ എന്താ സംഭവം എന്ന് വെച്ചാൽ ഇതിനെല്ലാത്തിനും നമുക്ക് വിത്ത് ബ്ലൗസ് അവൈലബിൾ ആണ്. ഈ ലാസ്റ്റ് മൊമെൻ്റ് ആയിട്ട് ഞാൻ എപ്പോഴും പ്ലാൻ ചെയ്യുന്നത് ഓക്കെ നാളെ പരിപാടിക്ക് സാരി കൊടുത്താലോ, അപ്പോൾ എനിക്ക് സ്റ്റിച്ച് ചെയ്ത് കിട്ടാനുള്ള ബുദ്ധിമുട്ടുകൾ കാരണം എപ്പോഴും അപ്പോൾ ഇങ്ങനെ കട്ടായി പോകുന്നതാണ് പരിപാടി. അങ്ങനെ ഫൈനലി മീഷോന്ന് ഞാൻ എടുത്തിട്ട് ഇത് ഓൾട്ടർ ചെയ്തെടുക്കേണ്ടി വരും. അതിൻ്റെ ഫിറ്റ്നസ്സിന് ഇത് ഇവിടെയൊക്കെ ഇഷ്യൂസ് വരുന്നു. സോ അതും അങ്ങോട്ട് വർക്കൗട്ട് ആയില്ല. പിന്നെ ഇപ്പോൾ എടുത്ത ഈ 3 കളക്ഷൻസ് ഇത് ഞാൻ നമ്മൾ ക്രിസ്മസിന് മാർക്കറ്റ് റോഡിൽ പോയപ്പോൾ 3 സെറ്റ് ബ്ലൗസസ് ഞാൻ പർച്ചേസ് ചെയ്തു. ഇനി ഡീറ്റെയിൽ വീഡിയോ കാണണം എന്നുണ്ടെങ്കിൽ അല്ലെങ്കിൽ ഡീറ്റെയിൽസ് കൂടുതൽ അറിയണം എന്നുണ്ടെങ്കിൽ കമന്റ് ബിലോ. ഞാൻ ഇതിൻ്റെ ഒരു വ്ലോഗ് പ്രോപ്പറായിട്ട് ചെയ്യാം. ഓക്കെ, ഇത് ആക്ച്വലി ഓൺലൈനിൽ കിട്ടുന്ന റേറ്റ്സിനേലും ബെറ്റർ റേറ്റിൽ, നല്ല റേറ്റിലാണ് നമുക്ക് ഇവിടെ നിന്ന് വാങ്ങിക്കാൻ പറ്റുന്നത്. അപ്പോൾ വേണമെന്നുണ്ടെങ്കിൽ കമന്റ് ബിലോ കേട്ടോ. ഞാൻ എന്തായാലും അതിനെ റിലേറ്റഡ് വീഡിയോ ചെയ്യുന്നതാണ്. സോ നമുക്കപ്പോൾ സ്റ്റൈൽ ചെയ്യാം. അതിന് മുന്നേ ഞാൻ എങ്ങനെയാണ് എന്താണ് ഈ ഗോൾഡൻ സാരി എടുത്തതിൻ്റെ കാര്യം പറയാം. ഈ സാരി ഇതാണ് ഇപ്പം നമ്മൾ പർച്ചേസ് ചെയ്തത്. ഈ സാരിയുടെ കൂടെ നമുക്ക് വേണമെങ്കിൽ ഈ ഗോൾഡൻ പോകാം. ഗോൾഡൻ തന്നെ ഒരു 3 ടോൺസ് അതിലുണ്ട്. അപ്പം നമുക്ക് ഏതും ഇതിനൊപ്പം ചേർന്ന് പോകും, നല്ല രസമുണ്ടാവും ഇട്ടാൽ. പിന്നെ ഈ ഒരൊറ്റ സാരി നമുക്ക് ഈ പല ബ്ലൗസസ് ത്രൂ നമുക്കൊരു ഡിഫറെൻറ്റ് ലുക്സ് കൊണ്ടുവരാൻ പറ്റും. സോ ഡിഫറെൻറ്റ് സ്റ്റൈലിംഗ് വിത്ത് ദീസ് 2 സാരീസ് ആണ് ഞാൻ കാണിക്കുന്നത്. അപ്പം നമുക്കൊന്ന് ഓടിച്ചിട്ട് കാണാം. ഇത് നമ്മൾ മീഷോന്നാണ് പർച്ചേസ് ചെയ്തിരിക്കുന്നത്. ബ്ലൗസും മീഷോന്നാണ്. സോ ഇത് 32 സൈസിലാണ് ഞാൻ ഈ ബ്ലൗസ് പർച്ചേസ് ചെയ്തതെങ്കിൽ പോലും അത് ഓൾട്ടർ ചെയ്യേണ്ടി വന്നു. കാരണം എനിക്കത് എൻ്റെ സൈസിന് ഫിറ്റ് ആയിരുന്നില്ല. സോ നമ്മൾ രണ്ടാമത് റീസ്റ്റിച്ച് ചെയ്തിട്ടാണ് ഇത് യൂസ് ചെയ്തിരുന്നത്. ക്ലീനായിട്ടുള്ള ഒരു സാരി ആയതുകൊണ്ട് തന്നെ ഞാൻ ബ്ലൗസ് ഇച്ചിരി പാറ്റേൺ ആയിട്ടുള്ളതാണ് എടുത്തത്. ആൻഡ് ഇതിൻ്റെ ഈ സാരിയുടെ കൂടെ ഓക്സിഡൈസ്ഡ് ആയിട്ടുള്ള ഈ ടൈപ്പ് കമ്മലമാലയൊക്കെ ചേരും. കുറച്ചും കൂടി ഗോഡി ആയിട്ടിടണമെന്നുണ്ടെങ്കിൽ ആ ടൈപ്പ് ഓഫ് കമ്മലമാല ഇടാം. അല്ലെങ്കിൽ ഇതുപോലെ വളരെ സിമ്പിൾ ആയിട്ടുള്ള കമ്മലമാല യൂസ് ചെയ്യും. ആൻഡ് ഈ സാരി വളരെ 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 കംഫർട്ടബിൾ ആണ്. പ്രോപ്പർ കോട്ടൺ എന്ന് പറയില്ല, ഒരു കോട്ടൺ ബ്ലെൻഡാണ് മെറ്റീരിയൽ വന്നിട്ട്. ആൻഡ് നമ്മളിത് എങ്ങനെ വെയർ ചെയ്യണമെന്നുള്ള അനുസരിച്ചിരിക്കും അതിൻ്റെ ലുക്ക് ആൻഡ് ഫീൽ. വളരെ മിനിമലായിട്ട് പോകണമെന്നുണ്ടെങ്കിൽ വളരെ സിമ്പിളായിട്ട് നമുക്ക് യൂസ് ചെയ്യാം. ഇച്ചിരി കൂടി ബോഡി ആയിട്ട് ഇത് ചെയ്യണമെന്നുണ്ടെങ്കിൽ ഇതിൻ്റെ കൂടെ ഇച്ചിരി വർക്കുള്ള എംബ്രോയിഡേർഡ് ആയിട്ടുള്ള ഗോൾഡൻ ഇതൊക്കെ വരുന്ന രീതിക്കുള്ള ഒരു മെറൂൺ ബ്ലൗസോ അല്ലെങ്കിൽ ഈവൻ ഗോൾഡൻ എംപ്ലിഷ്ഡ് ബ്ലൗസസോ യൂസ് ചെയ്ത് കഴിഞ്ഞാലും ഇതിൻ്റെ കൂടെ പോകും. അപ്പോൾ അതിനനുസരിച്ചിട്ട് ആക്സസറീസും യൂസ് ചെയ്ത് കഴിഞ്ഞാൽ സ്റ്റൈൽ ചെയ്യാവുന്നതാണ്. അപ്പോൾ ഇതിൻ്റെ ചെറിയ ചെറിയ ക്ലിപ്പ് നിങ്ങൾക്ക് ഇതിൻ്റെ കൂടെ ഞാനിവിടെ ഷെയർ ചെയ്യാം. സോ എങ്ങനെയുണ്ട് അതിൻ്റെ ലുക്ക് ആൻഡ് ഫീൽ. ഞാൻ ഏറ്റവും മിനിമലായിട്ടുള്ളതാണ് ഇത് വെച്ച് ചെയ്തിരിക്കുന്നത്. ഈ സെയിം സാരിയാണ് ഓമോൻ്റെ ആനുവൽ ഡേക്ക് വേണ്ടിയിട്ട് യൂസ് ചെയ്തത്. വളരെ കംഫർട്ടബിളാണ്. ഈ ചൂടത്താണെങ്കിലും ഐ പ്രിഫർ ദിസ് കൈൻഡ് ഓഫ് ബ്ലൗസ്. ഇത്രയും റേറ്റ് ഇല്ല. സോ വളരെ ബഡ്ജറ്റ് ഫ്രണ്ട്ലി, വളരെ മിനിമൽ ആൻഡ് നീറ്റ് ലുക്കിൽ നമുക്ക് സ്റ്റൈൽ ചെയ്യാൻ പറ്റുന്ന ഒരു സെറ്റ് ഓഫ് സാരിയാണിത്. ആൻഡ് എനിക്ക് ഇത് എടുത്തു കഴിയുമ്പോൾ എനിക്ക് മനസ്സിലായത് ഇതിൻ്റെ കൂടെ വിത്ത് ബ്ലൗസ് ഉണ്ട്. വേണമെങ്കിൽ അങ്ങനെ സ്റ്റിച്ച് ചെയ്യാം, അങ്ങനെ താല്പര്യമുള്ളവർക്ക്. അപ്പോൾ ഞാൻ ഇച്ചിരി എന്താ പറയുക കോൺട്രാസ്റ്റഡ് ആയിട്ടുള്ളത് ഇടാനായിട്ട് ആഗ്രഹിക്കുന്നതുകൊണ്ടാണ് ഞാൻ ഇങ്ങനെ പാറ്റേൺ ചൂസ് ചെയ്തിട്ട് ബ്ലൗസും ഇതും ഞാൻ മീഷോന്ന് തന്നെ പർച്ചേസ് ചെയ്തതാണ്. ആൻഡ് ആനുവൽ ഡേ ഞാൻ ഓക്സിഡൈസ്ഡ് ആയിട്ടുള്ള കമ്മലും മാലയാണ് യൂസ് ചെയ്തത്. അപ്പോൾ
പേഴ്സണലി ഞാൻ ഭയങ്കര മിനിമൽ ആയിട്ടുള്ള ഇതുപോലെ സിമ്പിൾ ആണ് ആക്സസറീസ് യൂസ് ചെയ്യാനാണ് ഇഷ്ടപ്പെടുന്നത്. സോ അതാണ്. പിന്നെ ഒരു കൊണ്ട കിട്ടിയിട്ടുണ്ട്, എനിക്ക് കംഫർട്ടബിൾ ഇതാണ്. ആൻഡ് അതുകൊണ്ട് ഞാൻ ഹെയർ ടു ലൈക്ക് ദിസ്. ബ്ലൗസിൻ്റെ ബാക്ക് ഹലോ ഇത് നല്ല വിഷയം എടുത്ത സെക്കൻഡ് സാരി ഗോൾഡൻ ഈച്ച് ഒരു കോമ്പിനേഷനിലുള്ള സാരി. ഇത് ഞാൻ പറയാൻ ഉദ്ദേശിക്കുന്ന ഒരു 2 പോയിന്റ്സ്. ഒന്ന്, സ്ലിം ആയിട്ടുള്ളവർക്ക് ഇത് പെർഫെക്റ്റ് ആണ്. കാരണം ഇച്ചിരി എന്താ പഫി ആയിട്ടാണ് ഇച്ചിരി ഒതുങ്ങിയിരിക്കാത്ത ടൈപ്പ് ഓഫ് സാരി. നിങ്ങളിതിപ്പോൾ ഇതിൻ്റെ ഫുൾ വീഡിയോ കാണുമ്പോൾ കൂടുതൽ മനസ്സിലാവും. പിന്നെ ഇത് നമുക്ക് ഇതിൻ്റെ വർക്ക് കണ്ടല്ലോ, കണ്ടോ, ഈ ടൈപ്പ് ഓഫ് വർക്ക്സ് ആയതുകൊണ്ട് തന്നെ വേറെ ഷെയ്ഡ്സോ അല്ലെങ്കിൽ കോൺട്രാസ്റ്റോ ഒന്നും ഇതിൻ്റെ ഇടയിൽ ആഡ് ചെയ്യാത്ത കാരണം നമുക്ക് ബ്ലൗസിൽ നന്നായിട്ട് വർക്ക്ഔട്ട് ചെയ്യാൻ പറ്റും. ബ്ലൗസ് നമുക്ക് ഇഷ്ടമുള്ള കളേഴ്സ്, ഞാനിപ്പോൾ ഇതിൽ ഗ്രീൻ കളറാണ് എടുത്തത്, ഇപ്പോൾ ഗ്രീൻ ബ്ലൗസാണ് എടുത്തിരിക്കുന്നത്. അപ്പം നിങ്ങൾക്ക് ഇഷ്ടമുള്ള ബ്ലൗസസ് ഇതിൻ്റെ ഒപ്പം പെയറപ്പ് ചെയ്യാൻ പറ്റും. ആൻഡ് സെക്കൻഡ് തിങ്, ഇപ്പോൾ ഇത് പ്ലെയിൻ ആയിട്ടുള്ള, ഞാനിപ്പോൾ V-സ്റ്റാറിൻ്റെ ഒരു ബെനിയൻ കൈൻഡ് ഓഫ് ബ്ലൗസാണ് എടുത്തിരിക്കുന്നത്.
ബ്രൊക്കേഡോ അല്ലെങ്കിൽ ഗോൾഡൻ എംപ്ലിഷ്ഡ് ഡിസൈൻസ്, എംബ്രോയ്ഡറി വർക്ക് വരുന്ന ടൈപ്പോ എല്ലാം ഇതിൻ്റെ കൂടെ സെറ്റാവും. ഇത് നിങ്ങളുടെ ഏതെങ്കിലും ഒരു പട്ടുസാരിയുടെ ബ്ലൗസ് ഉണ്ടെങ്കിൽ അതിൻ്റെ കൂടെ പെയറപ്പ് ചെയ്യാൻ പറ്റുന്ന ഒരു സാരിയാണ്. ആൻഡ് ബോഡി ടൈപ്പ് ഇച്ചിരി ബ്രോഡ് ടൈപ്പ് ആണെങ്കിൽ ഈ സാരി ഞാൻ സജസ്റ്റ് ചെയ്യില്ല. ആൻഡ് ഞാനിപ്പോൾ ഇത് യൂസ് ചെയ്ത് എൻ്റെ അമ്മയുടെ മാലയാണ്, ഞാനത് 2 ലെയറാക്കി ഇട്ടേക്കാണ്. അപ്പോൾ നിങ്ങൾക്ക് ഇഷ്ടമുള്ള പോലെ ഇത് നമുക്ക് പെയറപ്പ് ചെയ്യാം. ഞാനിപ്പോൾ എൻ്റെ കൈൻഡ് ഓഫ് സ്റ്റൈലിംഗ് ആണ് ഞാൻ ഷെയർ ചെയ്തിരിക്കുന്നത്. ആൻഡ് ഞാനിവിടെ കൊണ്ടയാണ് കെട്ടിയേക്കുന്നത്. ഇത്രയാണ്, എനിക്ക് ഇഷ്ടമായെന്ന് വിചാരിക്കണം. അപ്പം നിങ്ങൾക്ക് ഈ 2 ലുക്ക് ഞാനിപ്പോൾ വളരെ മിനിമൽ ആയിട്ടുള്ള ഒരു ലുക്ക് ഷെയർ ചെയ്തിട്ടുണ്ടായിരുന്നു. ഇച്ചിരി ട്രഡീഷണൽ കൈൻഡ് ഓഫ് ഇപ്പോൾ വല്ല മാരേജ് ഫംഗ്ഷനോ അല്ലെങ്കിൽ എന്തെങ്കിലും അമ്പലത്തിലോ ഒക്കെ പോകാൻ ഇടാൻ പറ്റുന്ന കൈൻഡ് ഓഫ് ലുക്ക് 2 ലുക്കാണ് നമ്മൾ ഷെയർ ചെയ്തത്. ഇതിലേതാണ് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെന്നുള്ളത് കമൻറ്റ് ഇടും. ഈ ഡ്രസ്സ് ഉണ്ട് നമ്മൾ ഷോപ്പ് ചെയ്തതിൻ്റെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തേക്കാം. ഓക്കെ, ഷോപ്പ് ചെയ്യണമെന്നുണ്ടെങ്കിൽ എടുക്കാവുന്നതാണ്. യൂസ് ചെയ്തിരിക്കുന്ന ആക്സസറീസ് ഇപ്പോൾ എൻ്റെ കയ്യിലുണ്ടായിരുന്ന ആക്സസറീസ് ആണ്. മീഷോന്ന് ഞാൻ വാങ്ങിച്ചത് ഓമൻ്റെ ആനുവൽ ഡേക്ക് പോകുന്നിടത്ത് ഞാൻ അതാണ് ഓക്സിഡൈസ്ഡ് ആയിട്ടുള്ള ഓർണമെന്റ് വെച്ചിട്ടാണ് മറ്റേ റെഡ് സാരി പെയറപ്പ് ചെയ്ത് പോയത്, മെറൂൺ സാരി സോറി. അപ്പോൾ അതിൻ്റെ ലിങ്ക് ഞാൻ കൊടുത്തേക്കാം. പിന്നെ ഇനി ഈക്വലൻ്റ് ആയിട്ട് ഇപ്പം ഞാൻ യൂസ് ചെയ്തിരിക്കുന്നതിന് ഈക്വലൻ്റ് ആയിട്ടുള്ള മീഷോയിലെ നമുക്ക് കാണാൻ പറ്റുന്നതിൻ്റെ ലിങ്കും ഓർണമെന്റ്സിൻ്റെ ലിങ്കും ഞാൻ ഷെയർ ചെയ്തേക്കാം. സോ ഇതിപ്പോൾ എത്രയാണ് നിങ്ങൾ റേറ്റ് ചെയ്യുക? എനിക്ക് ഐ എം റിയലി ഹാപ്പി വിത്ത് ദ കംപ്ലീറ്റ് ലുക്ക്. അപ്പം ഇനി നിങ്ങളുടെ ഒപ്പീനിയൻ നിങ്ങൾ കമൻ്റ് ആയിട്ട് താഴെ പറയുക. നിങ്ങൾ റേറ്റ് ചെയ്യുന്നത് എത്രയാണ് എൻ്റെ ഈ ലുക്കിനെന്നുള്ളതും പറയാം. കൂടുതൽ ഇതുപോലത്തെ ഹോൾസ് നിങ്ങൾ ഇൻട്രസ്റ്റഡ് ആണെന്നുണ്ടെങ്കിൽ അതും മെൻഷൻ ചെയ്യാം. ഞാൻ ഇതുപോലുള്ള ഡിഫറെൻറ്റ് ഇപ്പോൾ സൽവാർ ആവട്ടെ വെസ്റ്റേൺ വെയേഴ്സ് ആവട്ടെ ഡിഫറെൻറ്റ് ഇതിനെ കൊണ്ടുവരുന്നതാണ്. ഇത്രയേ ഉള്ളൂ. താങ്ക് യു.